അടുത്തിടെ കേന്ദ്ര സർക്കാരിനെ, പ്രത്യേകിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ നാണം കെടുത്തിയ സംഭവമായിരുന്നു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം. രാജ്യവ്യാപകമായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവി സ്വപ്നം കണ്ട് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കെയാണ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നത്. സംഭവം വിവാദമായതോടെ പരീക്ഷ റദ്ദാക്കി. ഇതോടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലായി. നിരാശയിലായ പല കുട്ടികളും ആത്മഹത്യ ചെയ്തു. മെയ് മാസത്തിൽ നടത്തിയ പരീക്ഷയിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ ജൂൺ 21-ന് നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുകയാണ്. വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ഒടുവിലാണ് ഓരോ കുട്ടിയും നീറ്റ് പരീക്ഷ എഴുതുന്നത്. അതിനാൽ വീണ്ടും ഉടനടി പരീക്ഷ എഴുതേണ്ടി വരുന്നതിൻ്റെ മാനസിക സംഘർഷം ഉൾപ്പെടെ കൊണ്ടാണ് വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക് നീങ്ങിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ പരീക്ഷാ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വലിയ വിമർശനങ്ങളാണ് നേരിട്ടത്. മാത്രവുമല്ല, വിഷയം കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വൻ പ്രതിഷേധമാണ് നടത്തിയത്. 7 ദിവസത്തിനകം മന്ത്രിയെ പുറത്താക്കണമെന്ന അന്ത്യശാസനം പാർട്ടി പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് CJP. നേരത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ ഉയർത്തിയിരുന്നു. കുട്ടികളുടെ ആത്മഹത്യക്കുൾപ്പെടെ ഉത്തരവാദിയായ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത്. ഇതോടെ 21-ന് നടക്കുന്ന പുനഃപരീക്ഷ പരമാവധി കുറ്റമറ്റതാക്കാനുള്ള ശ്രമത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ചോദ്യപേപ്പർ ചോരാതിരിക്കാൻ അത് തയ്യാറാക്കുന്ന അധ്യാപകർക്ക് രഹസ്യവാസം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന വിദഗ്ധരെ പരീക്ഷ കഴിയുന്നതുവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഈ അധ്യാപക സംഘം പൂർണ്ണസമയം നിരീക്ഷണത്തിലാണ്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഉൾപ്പെടെ ഒന്നും ഉപയോഗിക്കാനാകില്ല. ചുരുക്കം പറഞ്ഞാൽ പൂട്ടിയിട്ട് പണിയെടുപ്പിക്കുക. പരീക്ഷ നടക്കുന്ന ജൂൺ 21 വരെ നിയന്ത്രണം തുടരും. അതുവരെ ഇവർക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ല. പേപ്പർ അച്ചടി, സംഭരണം, വിതരണം എന്നിവയ്ക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുനഃപരീക്ഷയുടെ ചോദ്യങ്ങളും ചോർന്നതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അധികൃതർ ഇത് നിഷേധിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് അധ്യാപകരെ പുറത്തുവിടാതെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. ചോദ്യപേപ്പറുകൾ സുരക്ഷിതമായി എത്തിക്കാൻ വ്യോമസേനയുടെ സഹായവും തേടും. പരീക്ഷയുടെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പുവരുത്താൻ ഇത്തവണ ഏതറ്റം വരെയും പോകാമെന്ന നിലപാടിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതൊക്കെ ഫലിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.